Hi friends, ടെക്ടാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് യൂട്യൂബിൻ്റെ തമ്പനെയിൽ എങ്ങനെ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു വീഡിയോയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ് ഈ യൂട്യൂബിൻ്റെ തമ്പനെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അതിൻ്റെ ക്രോപ്പ് ചെയ്യണമെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വൈറ്റ് കളർ ടീഷർട്ടാണ് ഇടാറ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്തു, മറ്റേ കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലാണ് നമ്മളോട് കുറച്ച് പേര് സജഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോഷോപ്പ് തുറന്നിട്ട് ആ ഒരു ഫോട്ടോയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫോട്ടോ വഴി പോയിട്ട് ഓപ്പൺ വിത്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഫോട്ടോഷോപ്പ് വെച്ച് തുറക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. നമ്മൾ ആദ്യം ഇവിടെ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് തമ്പനെയിൽ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിരിക്കുകയാണ്. ഈ ഫോട്ടോയിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ വിത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഫോട്ടോഷോപ്പ് കിട്ടും. ഇതിൽ CC19 വെർഷനാണ്. അപ്പോൾ പല ആൾക്കാരുടെ പല വേർഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഫോട്ടോഷോപ്പിൽ ഫോട്ടോ തുറക്കാം. നമ്മൾ ആദ്യം ഓക്കെ. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇപ്പോൾ തുറന്നു വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് വയ്ക്കണം. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ അധികം പണിയാൻ പാടില്ല. നമ്മളൊരു കോപ്പി നമുക്ക് പിന്നീട് അത് മാറ്റണം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കോപ്പി എടുക്കുക. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇത് അമർത്തി കഴിഞ്ഞിട്ട് Ctrl+J അടിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു കോപ്പി വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് കഴിഞ്ഞു. ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്ത സ്റ്റെപ്പ് പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ യൂട്യൂബ് തമ്പനെയിൽ എന്നുള്ളൊരു ഒരു ഇതിലേക്ക് മാറ്റുക. അതിനെ ക്രോപ്പ് ചെയ്തെടുക്കണം. 16:9 ആണ് ഇതിൻ്റെ യൂട്യൂബ് തമ്പനെയിലിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്രോപ്പ് ടൂൾ നമുക്ക് അവിടെ കണ്ടില്ലേ, C അടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ക്രോപ്പ് ടൂൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ക്രോപ്പ് ടൂൾ എടുത്തതിന് ശേഷം ഇപ്പോൾ ഓൾറെഡി 16:9 ആണ്, ഞാനത് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ 16:9 എടുത്ത്, അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് എന്താക്കുക, അത് 16 ആക്കുക, ഇവിടെ 9 ആക്കുക. ഓക്കെ, അപ്പോൾ 16:9 ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫോട്ടോയിൽ ഏത് ഭാഗമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൽ ഇപ്പോൾ ഈ പൂമ്പാറ്റല്ല നമുക്ക് കാണുന്നത്. അപ്പോൾ ആ ലെവൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഏകദേശം നടുക്കിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ ആ സാധനം നമ്മൾ 16:9 തമ്പനെയിലിൻ്റെ റേഷ്യോയിൽ നമ്മൾ ആ സാധനത്തിനെ ക്രോപ്പ് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് തമ്പനെയിൽ ഉണ്ടാക്കുമ്പോൾ 16:9 റേഷ്യോയിൽ ഈ ഫോട്ടോ ക്രോപ്പ് ചെയ്തെടുക്കണം. എന്നാലാണ് അതിൽ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. പിന്നെ നമുക്കിപ്പോൾ തമ്പനെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിലുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ, ഇവിടെ ടെക്സ്റ്റ് ടൂൾ നമുക്ക് അവൈലബിൾ ആണ്. T അടിച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂൾ, ടെക്സ്റ്റ് ടൂൾ എടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ നമുക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് തമ്പനെയിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ടൈപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. ഈ ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ലെയർ സെലക്ട് ചെയ്തിട്ട് Ctrl+T അടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതിൽ സ്കെയിൽ ചെയ്യാനും മൂവ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്തതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിപ്പോൾ ഇംഗ്ലീഷിലാണ്, മലയാളം വാങ്ങി മലയാളം ചെയ്യാം, മലയാളത്തിൻ്റെ ഇത് ഉണ്ടായാൽ മതി. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ എൻ്റെ ലാപ്പിൽ ഇതുണ്ട്, എൻ്റെ സിസ്റ്റത്തിൽ ഇതുണ്ട്. ഇപ്പോൾ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മംഗ്ലീഷ് കീബോർഡുകൾ അവൈലബിൾ ആണ്, ഓൺലൈനാണെങ്കിലും മംഗ്ലീഷ് കീബോർഡുകൾ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് മലയാളം ടൈപ്പിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ജസ്റ്റ് ഇംഗ്ലീഷേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ ടെക്സ്റ്റ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫയലിൽ പോയിട്ട് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഫയലിൽ പോയിട്ട് ഓപ്പൺ കൊടുത്തിട്ട് നമുക്കറിയാം ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡറിൽ 2 ഫോട്ടോ, ജസ്റ്റ് 2 ഫോട്ടോ നമ്മൾ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതൊരു PNG ആണ്, നമ്മുടെ ചാനലിൻ്റെ ലോഗോ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ നമുക്ക് ഇതിൽ എടുക്കണമെങ്കിൽ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് ഇതിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫോട്ടോ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+T അടിച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്കെയിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് ലോഗോ ചില തമ്മിൽ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യേണ്ട ഇതിലേക്ക് ചെയ്യും. ഓക്കെ, ഫോട്ടോ ആഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഫോട്ടോ ആഡ് ചെയ്യാനും അത് സ്കെയിൽ ചെയ്യാനൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഫോട്ടോ ആഡ് ചെയ്യേണ്ട കാര്യം പറഞ്ഞത്. അതേമാതിരി നമുക്ക് PNGയിലുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ PNG നമ്മളിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് അത് ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ടെക്സ്റ്റ് ആഡ് ചെയ്യാനും ഫോട്ടോ ആഡ് ചെയ്യാനും പറഞ്ഞു. ഇനി നമുക്ക് നമുക്ക് ടെക്സ്റ്റിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ലെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ യൂട്യൂബ് തമ്പനെയിൽ എഴുതി നമ്മൾ ഈ ടെക്സ്റ്റ് ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ബ്ലെൻഡിങ് ഓപ്ഷൻസ് ഉള്ളൊരു ഓപ്ഷൻ കാണും. ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അല്ലേ ബ്രൈറ്റ്നസ്, അവിടെ സ്ട്രോക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്ക് കിട്ടും. ഈ ഒരു സ്ട്രോക്ക് പോയതിന് ശേഷം നമ്മളിവിടെ പോയിട്ട് പൊസിഷൻ ഇൻസൈഡ് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ കളറൊക്കെ മാറ്റാതിരിക്കും. നമുക്കിപ്പോൾ വ്യത്യാസം മനസ്സിലാക്കി മാറ്റിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൻ്റെ ഒരു സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു സ്ട്രോക്ക് വരാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്ലെൻഡിങ് ഇതിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഔട്ടർ ഗ്ലോ, ഡ്രോപ്പ് ഷാഡോ, അങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ഇതിൽ ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഉള്ള നിലയ്ക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ
അത്രയേ ഉള്ളൂ. പിന്നെ വേറെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതേമാതിരി കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ലെയറിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മുകളിലുള്ളത് ഏറ്റവും മുകളിൽ കാണുകയാണ് ചെയ്യുക, താഴെയുള്ളത് ഏറ്റവും താഴത്ത്. ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടാണ് ഇതിൽ ഏറ്റവും താഴത്തുള്ളത്. അപ്പോൾ ലെയറിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കണം, ഇത് മുകളിൽ എവിടെയൊക്കെ താഴത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, ഇതിൽ മുകളിലുള്ളത് മുകളിലാണ് കാണുക, അങ്ങനെ ഒരു ഐഡിയ. അത്രയൊക്കെ തന്നെ യൂട്യൂബ് തമ്പിൽ ഉണ്ടാക്കി ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ നമുക്ക് കുറച്ചും കൂടി വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാമറ വഴി നമുക്ക് തുറക്കാൻ പറ്റും. ആ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+Shift+A അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ക്യാമറ റോ തുറന്നു വരും. ക്യാമറ റോയുടെ ഒരു വിൻഡോ തുറന്നു വരും. ഓക്കെ, ഇതിൽ നമുക്ക് ബേസിക് ആയിട്ട് ഇങ്ങനെ പല എഡിറ്റ്സ് നമുക്ക് കിട്ടും. നമുക്ക് പ്രിസെറ്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റം പ്രിസെറ്റ്സ് ആഡ് ചെയ്യാനും അങ്ങനത്തെ പല ഇതിൻ്റെ കർവ്, ഡീറ്റെയിൽസ്, കളർ മിക്സർ, സ്പ്ലിറ്റ് ടോണിങ്, ബേസിക് അങ്ങനത്തെ പല കാര്യങ്ങൾ നമുക്ക് ഈ ഹ്യൂ സാച്ചുറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പല ഓപ്ഷൻസ് ആണല്ലേ. കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്സ് ഒക്കെ കൂട്ടാനും കുറയ്ക്കാനും ആ ഫോട്ടോനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു വിൻഡോയിൽ വന്നാൽ കിട്ടും. അതല്ലാതെ ഇവിടെ പോയാലും കിട്ടും കേട്ടോ. ഇവിടെ ഈ ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ് പോലെ നമുക്ക് പല ഓപ്ഷൻസ് കിട്ടും. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഫോട്ടോനെ കൂടുതൽ ഭംഗിയുള്ളതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ക്രോപ്പ് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ യൂട്യൂബ് തമ്മിൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്കിപ്പോൾ നമ്മൾ പറഞ്ഞു ടെക്സ്റ്റ് ആഡ് ചെയ്യാനും അതുപോലത്തെ നമുക്ക് പിക്ചേഴ്സ്, ഇപ്പോൾ PNG ആണെങ്കിലും JPEG ആണെങ്കിലും അങ്ങനത്തെ പല ഫോർമാറ്റിലുള്ള പിക്ചേഴ്സ് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സുഖമായിട്ട് ഫോട്ടോഷോപ്പിൽ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു യൂട്യൂബ് തമ്മിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ തമ്മിൽ എങ്ങനെ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഫോട്ടോ എങ്ങനെ ക്രോപ്പ് ചെയ്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യൽ, ഫോട്ടോ ആഡ് ചെയ്യൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ അഭിപ്രായങ്ങളും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ കമൻസിൽ അറിയിക്കുക. നമ്മൾ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ തീർത്ത് തരുന്നതാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീണ്ടും കാണാം. അതുവരേക്കും ബൈ.